ആരാത്? ആരാ? നിങ്ങളല്ലേ അപ്പുനായരെ രാത്രി ആരോടും പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞത്? പിന്നെ എങ്ങനെ നിങ്ങൾ? അത് പിന്നെ എനിക്ക് വീണ്ടും ദേവിയുടെ അരുളപ്പാടുണ്ടായി. ഈ നാട്ടിലൊരു പെൺകുട്ടിയെ പ്രേതം പിടികൂടിയിട്ടുണ്ട്. അവളെ ദേവിക്ക് കണ്ടുപിടിച്ചു കൊടുക്കാൻ പോയതാ. ഞാൻ ഇറങ്ങി കിഴക്കേ കുതിര കിടക്കുന്നത് വരെ കൂളി കൂടിയ ഒരാളെയും ഞാൻ കണ്ടില്ല. കുതിര കടന്ന് നമ്മുടെ വളംകൊണ്ട് പാർവതിയുടെ വീടിനടുത്തെത്തിയപ്പോ ദേ നിൽക്കുന്നു, ചുവന്ന സാരി ഉടുത്ത് മുടിയഴിച്ചിട്ട് കഴുത്തിലൊരു മാലയുമായി 16 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി. മനസ്സറിഞ്ഞ് ഞാൻ ദേവിയെ വിളിച്ചു. ദേവി പറഞ്ഞു, ഞാൻ നിസ്സഹായനാണ് അപ്പുനായർ, ബോധം കെട്ട് കിടന്നുവെന്ന്. ബോധം കെട്ട് വീണപ്പോ അവൾ മാന്തിയ മാന്തലാണിത്. നിസ്സഹായനായി കിടന്നാളെ കൂളി മാന്തുവോ? മാന്തും മാന്തി വീട്ടിലെ കൂലിക്കെന്ത് വെയിറ്റ്? അപ്പുനായരെ, നിങ്ങളെ മാന്തിയ കൂളിയെ ഞാൻ കല്യാണം കഴിച്ചു. ആകാശം ഇടിഞ്ഞു വീണില്ല, ദേവി കോപിച്ചില്ല, പുഴ കരകവിഞ്ഞൊഴിയുമില്ല. എല്ലാവരും സന്തോഷവാന്മാരാണ്. മരുന്ന് കഴിച്ച പാർവതിയെ അക്കരെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്തു. ഗ്രാമത്തിന്റെ ശാപം തീർന്നില്ല അപ്പുനായരെ. എന്താടാ മിണ്ടാത്ത്? ദേവിക്ക് എന്താ ബോധമില്ലേ? ദേവി പറയുന്നു, ഗ്രാമത്തിന്റെ പകിട്ട് 10 മടങ്ങ് വർദ്ധിക്കുന്നു. സമത്വ സുന്ദര ലോകം വിഭാവനം ചെയ്യണം. വരിൻ മക്കളെ, വരിൻ മക്കളെ, വരിൻ. കുശനെയും ലക്ഷ്മിയെയും അപ്പുനായർ സ്വന്തം മക്കളായി സ്വീകരിച്ചു. ദുഷ്ടബുദ്ധിയും കുശുമ്പും മാറ്റിവെച്ച് അയാൾ നല്ലൊരച്ഛനായി, നല്ലൊരു മനുഷ്യനായി. ശിഷ്ടകാലം അയാൾ ഗ്രാമത്തിന്റെ നന്മയ്ക്കായി ജീവിച്ചു. അപ്പുനായരുടെ പിന്നീടുള്ള ജീവിതം മറ്റുള്ളവർക്കും മാതൃകയായി. ലോകത്തിന് നന്മയുണ്ടാകാനുള്ള പ്രവൃത്തിയിലേക്ക് എല്ലാവരും ഒത്തുചേർന്നു. ലോകത്തിലെല്ലായിടത്തും നന്മ സംഭവിക്കാൻ ഏജന്റുകളില്ലാതെ ദൈവത്തോട് നമുക്ക് നേരിട്ട് പ്രാർത്ഥിക്കാം.